Happyland presents Happy Xmas and New Year 2026. powered by Kerala Paints, co-powered by Elur Consultancy, co-presents Kyle Restaurant, UK. This program is brought to you by Legend Solicitors, UK. ഓരോ പുതുവർഷവും നമ്മൾ ഓരോരുത്തരും പ്രായത്തിൻ്റെ ചവിട്ടുപടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പുതുവർഷവും പുതിയ അനുഭവങ്ങളും പുതിയ ചുറ്റുപാടുകളുമാണ് നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പുതിയ പ്രതീക്ഷകൾ, പുതിയ ബന്ധങ്ങൾ, പുതിയ 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 എല്ലാമാണ് നമുക്ക് പുതുവർഷം സമ്മാനിക്കുന്നത്. നമുക്ക് കാണാം ഹാപ്പി എക്സ്മസ് ആൻഡ് ന്യൂ ഇയർ 2026 വിശേഷങ്ങൾ. വാദ്യമേളമൊരുക്കണ്ടേ, നല്ലൊരീണം പാടണ്ടേ, രാജരാജന് വന്നു പിറക്കാൻ കൂടൊരുക്കണ്ടേ, പൂത്തിരികൾ പൂക്കണ്ടേ, തോരണങ്ങൾ തൂക്കണ്ടേ, ദേവാദി ദേവനെ വരവേൽക്കണ്ടേ, ഉള്ളിന്റെ ഉള്ളൊരു പുൽക്കൂടായി മാറ്റാം, സ്നേഹത്തിൻ നാഥനെ സ്വീകരിച്ചിടാം, നന്മകൾ നിറച്ചുകൊണ്ട് ആശംസ നേരാം, ഇനിയെന്നും പ്രത്യാശ നിറയും നാള്. ഇന്നലെ 2 ദിവസത്തേക്ക് ലണ്ടനിലേക്ക് വന്ന ഞാൻ നിങ്ങളുടെ ഈ ഒരു ക്രിസ്മസ് ഫീസ്റ്റിന്റെ ഭാഗമാകാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം കാണാൻ സാധിച്ചു. ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. നിങ്ങളിവിടെ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഐ വാസ് നോട്ട് എക്സ്പെക്ടിങ് ഓൾ ദീസ് തിങ്സ്. അടിപൊളി. എനിക്ക് ഈ ക്രിസ്മസ് സീസൺ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എല്ലാം ഒന്ന് സ്ലോ ഡൗൺ ആവുന്ന സമയമാണ്. കുട്ടികൾക്ക് ഹോളിഡേസ് ആണ്. ഓഫീസിലാണെങ്കിൽ വലിയ ടെൻഷനൊന്നുമില്ല. എല്ലാവരും ഹോളിഡേസിന് പോകുന്ന ടൈമാണ്. അപ്പൊ ഈ ടൈമിലാണ് ശരിക്കും നമ്മൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടൊക്കെ നല്ലോണം മീറ്റ് ചെയ്യുന്നതും കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് കുറച്ച് ദിവസം ഉണ്ടെങ്കിലും നല്ലൊരു ബ്രേക്കാണ്. അപ്പൊ ഷംജിത്ത് ഇപ്പം ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. രാത്രി രാവിലെയും ഫുൾ ഓട്ടാണ്. അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യാൻ അധികം സമയം കിട്ടാറില്ല. അപ്പൊ എങ്ങനെയാണ് ഈ വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെയാണ് മാനേജ് ചെയ്യാറുള്ളത്? അതുപോലെ ഈ ക്രിസ്മസ് സീസൺ അതിന് ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ UK എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ സമയത്ത് വളരെ ഒരു ലോ സിറ്റുവേഷനിലാണ്. ക്രിസ്മസിൻ്റെ അന്ന് നമുക്കൊരു ബന്ധു പോലെയാണ്. നമ്മൾ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വന്ന് കഴിയുമ്പോൾ ഒരു വണ്ടി പോലും ഇല്ല, ബസ്സില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നാട്ടിലേക്ക് വന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്മസിന് അന്നും വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ്. ബിഗിനിങ് ഓഫ് ഏർലി സ്റ്റേജിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇവിടെ വന്ന് സ്റ്റുഡൻ്റ് ആയിട്ട് വന്നിട്ട് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് ഒരു ബിസിനസ് ബിൽഡ് ചെയ്ത് ഇത്രയും കൺട്രീസിലൊക്കെ ഇപ്പം ബിസിനസ് എത്തിയിരിക്കണം. അപ്പോൾ ഒരുപാട് ബിസിനസ്സിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ചില ദിവസം നല്ലതായിരിക്കും, ഒരു ദിവസം തന്നെ നല്ല സമയം ഉണ്ടാവും, മോശം സമയം ഉണ്ടാവും. അപ്പൊ അതെങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുക? കാരണം അത് നമ്മളെ ഹാൻഡിൽ ചെയ്യുന്നതും അതുപോലെ അത് ഫാമിലിയെ അഫക്ട് ചെയ്യുന്നതും ഫ്രണ്ട്സിനെ അഫക്ട് ചെയ്യുന്നതും അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഏകദേശം ഒരേ മൈൻഡ് സെറ്റ് ആയിരിക്കും. കാരണം ഈ അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ അതാവില്ല നെക്സ്റ്റ് 1 hour അതെല്ലാവരും ഇപ്പോൾ എനിക്ക് മാത്രമല്ല അതെല്ലാവരും ഫേസ് ചെയ്യുന്നൊരു സംഭവം. അപ്പോൾ അത് നമുക്ക് മാനേജ് ചെയ്തേ പറ്റുള്ളൂ. നമ്മളെ എക്സ്പീരിയൻസ് നമ്മൾ അത് മാനേജ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് അന്ന് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതോടെ ബിസിനസ് ഇല്ല. നമ്മൾ കച്ചവടം ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ നമ്മളുമായിട്ട് ഒരു പുതിയ കാര്യമല്ല. പക്ഷേ ഇത് നമ്മൾ ബൈ എക്സ്പീരിയൻസ് നമുക്കിത് മാനേജ് ചെയ്യാവുന്നൊരു കാലഘട്ടം വരും. പക്ഷെ നമ്മളെ കൂടെയുള്ള ആളുകൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം അവരിത് ചെയ്യുന്നില്ലല്ലോ. ഫാമിലി ആണെങ്കിലും അതൊക്കെയാണ് അവർ അഡ്ജസ്റ്റ് എത്രത്തോളം നമുക്ക് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് അത് വളർച്ച ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട്. നമ്മളിപ്പം വളരെ കംഫർട്ടബിൾ ആയി പോയി കഴിയുമ്പോൾ അത് വളരെ ഈസിയാണ് അങ്ങനെ ആ കംഫർട്ട് ലെവലിൽ പോകാൻ. ഇപ്പൊ നമുക്കൊരു ഡേ ടു ഡേ ഒരു ജോലിയുണ്ട്, 9 to 5 ജോലിയുണ്ട്. നമ്മൾ വന്നു, വൈകുന്നേരം വന്നു, നല്ല സാലറി മന്ത് എൻഡ് കിട്ടുന്നുണ്ട്, ടെൻഷനൊന്നുമില്ല. അപ്പൊ ആ ഒരു സൈക്കിൾ മോർഗേജിന്റെ എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു സൈക്കിളിലാണ് ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ മിക്കവാറും ആൾക്കാർക്ക് പറ്റാറില്ല. ഒരു ആൾക്കാർക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നത് ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പോകുമ്പോഴാണ്. അത് കരിയറിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും. അപ്പം പലപ്പോഴും ഞാൻ ഷംജിത്തിനോട് ആക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, ഷംജിത്തിന് കംഫർട്ടബിൾ ആയി തോന്നി കഴിഞ്ഞാൽ ഷംജിത്ത് അത് ബ്രേക്ക് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും പുതിയ പരിപാടികൾ ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനോ അതിനൊക്കെ ശ്രമിക്കാറുണ്ട്.
അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് പിന്നെ നിലനിർത്തുന്നതിനെ കുറിച്ച് ഞാൻ ചോദിക്കാം. അതുപോലെ തന്നെ ചന്ദ്രന് തോന്നുന്നുണ്ടോ അത് എങ്ങനെയാണ് അതൊരു ഒരു എന്താ പറയുക ഏതെങ്കിലും സ്റ്റേജിൽ നിർത്തും തോന്നുന്നുണ്ടോ, അതോ ഒരു ബിസിനസ്സുകാരനെ കുറിച്ച് അത് എപ്പോഴും ഒരു ഡ്രൈവ് ഉണ്ടാവും അതിനെ കുറിച്ച്? അത് ഈ പറഞ്ഞതല്ല, ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങിയ ഒരാൾ നമ്മൾ എക്കോണമിക് സാമ്പത്തിക മോട്ടീവ് മാത്രമാവില്ല ഒരു സ്റ്റേജ് കഴിയുമ്പോൾ. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സാമ്പത്തികം എന്നൊക്കെ വിചാരിക്കും. പിന്നെ ആ മോട്ടീവ് നമ്മളെ ഒരു പാഷനും നമ്മളതിനെക്കുറിച്ചിട്ടുള്ള എപ്പോഴും അതിങ്ങനെ ചിന്തിച്ച് എന്ത് ചെയ്യണം എന്നുള്ള ആ ഡ്രൈവാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നത്. ആ ഡ്രൈവ് എന്ന് നിർത്തി നമ്മൾ സാമ്പത്തികത്തിൻ്റെ ഒരു ബാക്കിൽ മാത്രം പോകുന്ന സമയം വരുമ്പോൾ നമ്മൾ സാമ്പത്തികം കിട്ടി സേഫായി കഴിഞ്ഞാൽ നമ്മളത് ഈ മോട്ടീവ് ഇല്ലാതാവും. നമ്മളത് ബ്രേക്ക് ചെയ്യാൻ നോക്കും. പക്ഷേ ആ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ സാധനങ്ങൾ വരുന്നത്. അങ്ങനെ ബ്രേക്ക് ചെയ്ത് വന്നതാണ് ഇപ്പോൾ നമ്മൾ കേരള ഡീലൈറ്റ്സ് ഇപ്പോൾ പുതിയ ഒക്കെ വന്നതൊക്കെ. നമ്മൾ ആ കംഫർട്ട് സോണിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ നല്ല പ്രഷറാണ്. അതാണ് കേരള ഡീലൈറ്റ്സ് വന്നു, കുറെ പ്രൊഡക്ട്സ് വന്നു, UK വന്നു, അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അപ്പം ന്യൂസിലാൻഡില് പിന്നെ സിംഗപ്പൂരിലേക്ക് എത്തിച്ചു, ഇപ്പം കാനഡയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു, US അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു ഡ്രൈവ് ഉള്ളതുകൊണ്ടാണ് അതിങ്ങനെ. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം UK സെറ്റിൽ ആവട്ടെ, ഒരു 2-3 years എടുക്കും. അപ്പോഴത്തേക്കും ഓപ്പർച്യൂണിറ്റിയാണ് മിസ് ചെയ്യുന്നത്. ആധുനിക ലോകം പുതിയ ട്രെൻഡിനൊപ്പം പോകുമ്പോൾ പഴമയുടെ നന്മയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകളും സർവീസസുകളും പ്രൊവൈഡ് ചെയ്യുന്ന ട്രെൻഡ് സെറ്റേഴ്സ് ഗ്രൂപ്പിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സോ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളുടെ MD ആയിട്ടുള്ള മിഥുൻ സാറിനെയാണ് ആൻഡ് നമ്മളുടെ ചെയർമാൻ ആയിട്ടുള്ള ലിജോ സാറിനെ. സോ യെസ്, വെൽക്കം രണ്ടുപേർക്കും. സോ കേരളത്തിൽ ബയോവേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ട്രെൻഡ് സെറ്റേഴ്സിൻ്റെ ക്ലീൻ കേരള മിഷൻ എന്ന് പറഞ്ഞൊരു പദ്ധതി കൂടെ മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ തീർച്ചയായിട്ടും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്ന് ഒന്ന് പറയാമോ? ഞങ്ങൾ 2 വർഷമായി ഈ ട്രെൻഡ് സെറ്റേഴ്സ് ക്ലീൻ കേരള മിഷൻ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയിട്ട്. അതായത് ഈ അടുക്കളയിൽ വരുന്ന വേസ്റ്റ് അടുക്കളയിൽ തന്നെ സംസ്കരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒന്ന് ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെയൊക്കെ ബേർഡൻ കുറയും, ഈ വേസ്റ്റ് ഇല്ലാതാക്കുന്നത് വളരെ എഫക്റ്റീവ് ആവുകയും ചെയ്യും. ഇപ്പോൾ കേരളം നോക്കി കഴിഞ്ഞാൽ ഏകദേശം 1.5 ലക്ഷം വീടുകളിലേക്ക് സർക്കാരായിട്ടും പ്രൈവറ്റ് ഏജൻസികളൊക്കെ ആയിട്ടും വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള പല ബിന്നുകൾ കൊടുത്തിട്ടുണ്ട്. 3 ലെയറുള്ള ബിന്ന്, 2 ലെയറുള്ള ബിന്ന്. പക്ഷെ പല വീട്ടിലും നോക്കി കഴിഞ്ഞാൽ ഇതിൽ പൂച്ചെടി വെച്ചിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അരി ഇട്ട് വെച്ചിരിക്കുകയായിരിക്കും. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതിന് പുറകെ ഇതിനകത്ത് ഇടുന്ന ഇനോക്കുലം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതൊരു ചകിരിച്ചോറാണ്, പക്ഷെ സാധാരണ ചകിരിച്ചോറല്ല. പലർക്കും കിട്ടിയിട്ടുള്ളത് സാധാരണ ചകിരിച്ചോറാണ്. അത് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും പുഴു വരും, മണം വരും, ആൾക്കാർ ഈ സാധനം എടുത്ത് പുറത്ത് കളയും. അപ്പം ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിന്ന് വീട്ടിലുള്ള ആരൊക്കെയാണോ അവരെയൊക്കെ കൃത്യമായിട്ട് ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കും. ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട പ്രോപ്പറായിട്ടുള്ള ഇനോക്കുലം, ഒരു മൈക്രോബിനെ എൻട്രീസ് ചെയ്ത ഇനോക്കുലമാണ്. ഇത് അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കും. മാസാമാസം അവർക്ക് വേണ്ടിയിട്ട് ഈ സാധനങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കും, വേണ്ട ട്രെയിനിങ് കൊടുക്കും. അങ്ങനെ അവരെ കൊണ്ടെല്ലാം ആ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളത് തിരിച്ച് നമുക്ക് ചെയ്യിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി സിസ്റ്റം തന്നെ ഇല്ലാത്ത ആൾക്കാർക്ക് അത് ഉൾപ്പെടെ നമ്മൾ കൊടുത്ത് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അടുക്കളയിൽ പ്രശ്നമായി കിടക്കുന്ന വേസ്റ്റ് ക്വാളിറ്റി ഉള്ളൊരു കമ്പോസ്റ്റായിട്ട് മാറുകയാണ്. ഇത് മുഴുവൻ നമ്മുടെ അഗ്രികൾച്ചർ ലാൻഡിലേക്കാണ് തിരിച്ചു ചെല്ലുന്നത്. ലോകത്തിൽ ഇന്ത്യയിൽ മാത്രമുള്ള ഒരു ഡ്രസ്സാണ് ഖാദി. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഡ്രസ്സാണ് ഖാദി. പക്ഷേ ന്യൂ ജനറേഷൻ ഒരിക്കലും ഖാദി ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇവർ കാണുന്ന ഡിസൈൻസ് ഒക്കെ പണ്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന വെള്ള, ഖദർ ഇങ്ങനത്തുള്ള സാധനങ്ങളാണ്. അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ചത് ഖാദിയിൽ ഇന്നോവേഷൻ കൊണ്ടുവരികയും പുതിയ തലമുറയ്ക്ക് ഖാദി പരിചയപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യും. അപ്പം ഞങ്ങൾ ഖാദിയുടെ ഫാബ്രിക്കിൽ പുതിയ ജെൻസിക്ക് പറ്റുന്ന രീതിയിലുള്ള ഓഫീസ് ഡ്രസ്സുകൾ കൊണ്ടുവന്നു. keralakhadi.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അത് അഫോർഡബിൾ റേറ്റിൽ കൊടുത്തു. ഇപ്പോൾ കൊണ്ടുവന്ന ഏറ്റവും പുതിയ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ ബോൺ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അലർജിയുടെ സാധ്യതകൾ വളരെ കൂടുതലാണ്. അവർക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് എന്ന് പറയുന്ന ഖാദിയാണ്. കാരണം ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ ബ്രീത്തബിൾ മെറ്റീരിയൽ ആണ്. അപ്പം ഞങ്ങൾ ഖാദി ഫാബ്രിക്കിൽ തന്നെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഖാദി ന്യൂ ബോൺ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ടാക്കി. അപ്പോൾ കുട്ടികൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇതിടാം, ഒരു രീതിയിലുള്ള അലർജി ഉണ്ടാവില്ല. ഭയങ്കര റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് അതും കേരള പെയിന്റ്സ് എന്നുള്ള ഒരു ബ്രാൻഡ് വന്നപ്പോൾ എത്രത്തോളമാണ് അതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്? എങ്ങനെയാണ് നമ്മളുടെ ജനങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്തത്? കേരളത്തിലെ ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ മാത്രം അരങ്ങു വാഴുന്ന ഒരു ഇൻഡസ്ട്രിയാണ് പെയിന്റ് ഇൻഡസ്ട്രി. അവിടെ കേരള പെയിന്റ് എന്ന് പറയുന്ന ഒരു കമ്പനി വരുമ്പോൾ അതിന് ഭയങ്കരമായിട്ട് ഞങ്ങൾ എന്താ പറയുക, എല്ലാവരും ഞങ്ങളോട് ചോദിച്ചൊരു കാര്യമാണ്. ഇവിടെ ഞങ്ങൾ ആലോചിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
മനുഷ്യന്മാരുടെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ഒരു പെയിന്റ് ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം വിജയിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. ആൾക്കാർ മുഴുവൻ, മലയാളികൾ മുഴുവൻ അതിനെ ഭയങ്കരമായിട്ട് സ്വീകരിച്ചു. കുറച്ച് പെയിന്റ് എടുത്താൽ മതി. നോർമലി ഒരു വീട് പെയിന്റ് അടിക്കാൻ ഒരു 100 ലിറ്റർ പെയിന്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 60 ലിറ്ററോ 65 ലിറ്ററോ ഉണ്ടായാൽ തന്നെ ആ വീട് പണി പൂർത്തിയാക്കാനും പറ്റും, പൈസ കുറയ്ക്കാനും പറ്റും. തന്നെയല്ല ഒരു തരം സ്മെല്ല് ഉണ്ടാവില്ല. ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയപ്പോൾ കേരള പെയിന്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിനെ മലയാളികൾ മുഴുവൻ ഭയങ്കരമായിട്ട് സ്വീകരിച്ചു. ഇന്ന് കെമിക്കൽസ് ഭരിക്കുന്ന ഓരോ ഇൻഡസ്ട്രിയും അത്രയും തന്നെ ഓർഗാനിക് ആയിട്ട് നമ്മളുടെ ട്രെൻഡ് സെറ്റേഴ്സിന് കീഴടക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ കൂടെ ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. Welcome to Kayal, where tradition meets quality. For 20 years, we've brought the authentic taste of Kerala to the UK. Delicious, immersive, unforgettable. Kayal Restaurants, where tradition meets quality. Founded and curated by Jaimon Thomas. Kerala Paints, Colors of Care. കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡ്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. UK അടുത്തറിയാൻ എന്ന പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ അന്വേഷിച്ച് ഇവിടെ എത്തിയ ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്കും ഏലൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്. ഏവർക്കും പറക്കാട് ജുവൽസ് ന്യൂ ഫാഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പറക്കാട് ജുവൽസിൻ്റെ എറണാകുളം പത്മ ജംഗ്ഷനിലുള്ള ഷോറൂമിലാണ്. ഇവിടെ നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരുമല്ലേ, ഒരുപാട് കളക്ഷൻ ഐഡൽസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പ്രിയമുള്ളവർക്ക് വേണ്ടിയിട്ട്, ഗിഫ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്. നമ്മൾക്ക് ഈ ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് കേക്ക്, വൈന് ഇതൊക്കെ കൊടുക്കുന്ന കൂടെ അവർക്ക് ഇഷ്ടമുള്ള ഒരു ദൈവീകമായിട്ടുള്ള ഒരു രൂപമോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മൊമെൻറ്റോസൊക്കെ ഉണ്ട്, അത് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ അങ്ങനെ കൊച്ചു രൂപങ്ങൾ തൊട്ട് തുടങ്ങിയിട്ട് ഒരുപാട് വലിയ വിഗ്രഹങ്ങൾ വരെയുണ്ട്. അപ്പോൾ ഇത്തവണ നമുക്ക് ന്യൂ ഇയർ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഗിഫ്റ്റിംഗ് പർപ്പസ് നോക്കാം. വൃശ്ചിക മാസമൊക്കെ അല്ലേ, ശബരിമല സീസണല്ലേ. നമ്മുടെ അയ്യപ്പ ഭഗവാനെ കണ്ടോ? അയ്യപ്പ ഭഗവാന്റെ രൂപം നമ്മൾക്ക് 2 ടോണിൽ വരുന്നുണ്ട്. നമ്മളുടെ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ഉണ്ട്, പ്യുവർ ഗോൾഡിലുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു കാലത്തും
കളർ മങ്ങിപ്പോകുമെന്ന് ആരും പേടിക്കണ്ട കേട്ടോ. പറക്കാട് ജുവൽസിൻ്റെ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർഡാണ്. ഇതാ ചെറിയ കാറിൽ വെക്കാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ള അയ്യപ്പ വിഗ്രഹം. ഇനി അതേപോലെ തന്നെ അനന്തപത്മനാഭൻ്റെ ഐഡൽസ് ഉണ്ട്, നമ്മൾക്കിതാ ബാലാജി വരുന്നുണ്ട്, കൃഷ്ണൻ്റെ ഒരുപാട് രൂപങ്ങൾ വരുന്നുണ്ട്. പിന്നെ എന്താ നമ്മളുടെ ഗണപതി ഭഗവാനുണ്ട്, ആനക്കുട്ടികളുണ്ട്. ആനക്കുട്ടികളുടെ ഒരുപാട് വെറൈറ്റി വലിപ്പങ്ങളും ഡിസൈനുകളും എല്ലാം ഉണ്ട്. ഒരുപാട് രൂപങ്ങൾ നമ്മൾക്ക് ഇവിടെ കാണാം. കൃഷ്ണൻ്റെ എത്ര മനോഹരമായിട്ടുള്ള രൂപമാണെന്ന് നോക്കിയേ. ശബരിമല അയ്യപ്പനെ തന്നെയാണ് ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് കണ്ടോ, 18ാം പടിയോട് കൂടിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ഗിഫ്റ്റിങ്ങിന് പറ്റിയതാ നമ്മൾക്ക് നല്ല മഹാഗണിയിൽ ചെയ്തിട്ടുള്ള ഒരു വുഡിൽ ചെയ്തിരിക്കുന്ന ഒരു വിളക്കും അതിനെല്ലാം സ്വർണത്തിൻ്റെ ഒരു കവറിങ് എല്ലാം കൊടുത്തിട്ട് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള വിളക്കുണ്ട്. ഷോപ്പീസായിട്ട് വിൽക്കാനായിട്ട്, ഗൃഹപ്രവേശത്തിനോ നമ്മളുടെ പ്രിയമുള്ളവർക്കോ ഒക്കെ ഗിഫ്റ്റിംഗ് പർപ്പസിൽ കൊടുക്കാനായിട്ട് പറ്റിയ രീതിയിൽ. അങ്ങനെ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർ ചെയ്തിട്ടുള്ള ഈ ഐഡൽ കളക്ഷൻസും കോർപ്പറേറ്റ് ഗിഫ്റ്റിങ്ങിന് പറ്റിയ ഐറ്റംസും എല്ലാം കാണാൻ വേണ്ടിയിട്ട് പറക്കാട് ജുവൽസിൻ്റെ കേരളത്തിൻ്റെ അങ്ങേയറ്റം പാറശാല മുതൽ ഇങ്ങേയറ്റം കാസർഗോഡ് വരെയുള്ള ഏതെങ്കിലും ഷോറൂമുകളിൽ, അല്ലെങ്കിൽ പറക്കാട്ടിൻ്റെ തമിഴ്നാട്, ഹൈദരാബാദ്, ബാംഗ്ലൂർ, മലേഷ്യ തുടങ്ങി വേൾഡ് വൈഡ് ആയിട്ടുള്ള ഷോറൂംസിൽ എവിടെയെങ്കിലും ഡെഫിനറ്റായിട്ട് സന്ദർശിക്കുക. അതേപോലെ തന്നെ പറക്കാട് ജുവൽസിൻ്റെ കൂടുതൽ വെറൈറ്റീസ് കാണുന്നതിനും പ്രൈസും മറ്റ് ഡീറ്റെയിൽസും എല്ലാം അറിയാൻ വേണ്ടിയിട്ട് പറക്കാട് ജുവൽസിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടാതെ സോഷ്യൽ മീഡിയ അപ്ഡേഷൻസിനായി പറക്കാട് ജുവൽസിൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ പറക്കാട് ജുവൽസിൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനെ എല്ലാവർക്കും പറക്കാട് ജുവൽസിൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. എൻ്റെ പേര് റിയാസ്. മാഹി പന്തക്കൽ ദേശത്ത് അബുദാബിയിൽ ഷഹാമയിലാണ് കേക്ക് ഗാലറി ആദ്യമായി സ്റ്റാർട്ട് ചെയ്തത്. ചോക്ലേറ്റ് ഫ്ലവർ കേക്ക്സ് ഇതാണ് മെയിനായിട്ട് നമ്മളുടെ പ്രൊഡക്റ്റ്. ഓൾമോസ്റ്റ് അബുദാബി, ഷഹാമ, ബനിയാസ്, മഫ്രഖ്, യാസ്മാർത്ത്, ഖാലിദിയ, ഖലീഫ സിറ്റി എല്ലാ സ്ഥലങ്ങളിലും ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ദുബൈയിലും കിസേഴ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അജ്മാൻ, നൈമിയ, അമ്മാർ റോഡ്, ജർഫ് 3 സ്ഥലങ്ങളിൽ ഇപ്പം വീണ്ടും കേക്ക് ഗാലറി പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2011 മുതൽ UAEയിൽ കേക്ക് ഗാലറി നല്ല വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ചോക്ലേറ്റ് ഫ്ലവർ കേക്ക്സ് എല്ലാ തരത്തിലുള്ള എല്ലാ മോഡൽ ഡിസൈൻ കേക്കുകളും കേക്ക് ഗാലറി ചെയ്തു കൊടുക്കുന്നുണ്ട്. കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ടേസ്റ്റിനനുസരിച്ചും കേക്കുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. ബർത്ത്ഡേ കേക്ക്സ്, വെഡ്ഡിങ് കേക്ക്സ്, അങ്ങനെ എല്ലാ കസ്റ്റമൈസ്ഡ് കേക്കും കേക്ക് ഗാലറി ചെയ്തു കൊടുക്കുന്നതാണ്. കേക്ക് ഗാലറിയുടെ മോർ ദാൻ 25 ഔട്ട്ലെറ്റുകൾ UAEയിൽ പ്രവർത്തിച്ചു വരുന്നു. കേക്ക് ഗാലറിയിലുള്ള കേക്കുകൾ എല്ലാ നാഷണാലിറ്റിയിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നതും അതുതന്നെയാണ് നമ്മുടെ വിജയം. കേക്ക് ഗാലറിയുടെ വിജയത്തിൻ്റെ മെയിൻ കാരണം നമ്മളുടെ സ്റ്റാഫിൻ്റെ ഹാർഡ് വർക്കും അവരുടെ എഫേർട്ടുമാണ്. ഓൾമോസ്റ്റ് 25 ഔട്ട്ലെറ്റ് UAEയിൽ ഇപ്പം കേക്ക് ഗാലറിയുടെ ഉണ്ട്. ഒരു 50 ഔട്ട്ലെറ്റ് 2028 കൂടി ഒരു 15 ഔട്ട്ലെറ്റ് ആണ് നമ്മളുടെ പ്ലാനിങ്. കേക്ക് ഗാലറിയുടെ പ്രധാനമായ വിജയം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള കസ്റ്റമൈസ്ഡ് കേക്കുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. കേക്ക് ഗാലറിയിൽ കേക്ക് കൂടാതെ ചോക്ലേറ്റും സ്പെഷ്യൽ ചോക്ലേറ്റുകളും അതുപോലെ തന്നെ സ്പെഷ്യൽ ഫ്ലവേഴ്സുകളും ചെയ്തു കൊടുക്കുന്നതാണ്.
Cake Gallery, we have cake for Happy New Year, for also the Christmas, okay? You're welcome to Cake Gallery. Cake Gallery wish you for Christmas and Happy New Year. Welcome to Kayal, where tradition meets quality. For 20 years, we've brought the authentic taste of Kerala to the UK. Delicious, immersive, unforgettable. Kayal Restaurants, where tradition meets quality. Founded and curated by Jaimon Thomas. കേരള പെയിന്റ്സ് കളേഴ്സ് ഓഫ് കെയർ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡ്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. UK അടുത്തറിയാൻ എന്ന പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ അന്വേഷിച്ച് ഇവിടെ എത്തിയ ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്കും ഏലൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. താങ്ക് യു. നമ്മുടെ ജീവിതശൈലി മാറിയതോടെ ഇന്ന് മലയാളിയുടെ ഒരു പൊതുവായ ചോദ്യമാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഹെൽത്തിയായി എന്ത് കഴിക്കണം, ഡയറ്റിന് എന്ത് കഴിക്കണം, ഷുഗർ ഉള്ളവർക്കും വെയിറ്റ് ബാലൻസിലും സഹായിക്കുന്ന ഭക്ഷണം എങ്ങനെ തിരഞ്ഞെടുക്കാം. എന്നാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി വന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ കോംബോയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പലപ്പോഴും ഗോതമ്പ് അരിയും മാത്രം പ്രധാന ഭക്ഷണമായി ശീലിച്ചവരാണ് നമ്മൾ മലയാളികൾ. എന്നാൽ നമുക്ക് ചുറ്റും പെരുകി വരുന്ന ജീവിതശൈലി രോഗങ്ങൾ ഈ ഭക്ഷണങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. എന്നാൽ ഇതിൽ കൂടുതൽ രുചികരവും പോഷക സമ്പുഷ്ടവുമായ ഒരു ഓൾട്ടർനേറ്റീവ് വേണ്ടേ? അതാണ് മില്ലറ്റുകൾ അഥവാ ചെറുമണി ധാന്യങ്ങൾ. ഇത്തരം മില്ലറ്റുകൾ ചേർത്ത് രുചികരമായി കഴിക്കാൻ സാധിക്കുന്ന ഒരു ഫുഡ് കോംബോ കിറ്റാണ് മില്ലറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ കോംബോ. മില്ലറ്റ് കൊണ്ടുള്ള പുട്ടുപൊടി, റൊട്ടിപ്പൊടി, ഇഡലിപ്പൊടി, മില്ലറ്റ് റവ, അപ്പം, ഇടിയപ്പം പൊടി ഇവയെല്ലാം ഉൾപ്പെട്ടതാണ് ഈ കോംബോ. ഇതൊരു മരുന്നോ ഒരു ചികിത്സയോ അല്ല, മറിച്ച് ദൈനംദിന ഭക്ഷണത്തിന് അനുയോജ്യമായൊരു ന്യൂട്രീഷ്യസ് ഫുഡ് ഓപ്ഷനാണ്. ഷുഗർ ഉള്ളവർക്കും ഡയറ്റിൽ ശ്രദ്ധിക്കുന്നവർക്കും സുരക്ഷിതമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ബാലൻസ്ഡ് ചോയ്സാണ് ഈ കോംബോ. ലോ ഗ്ലൈക്കമിക് ഇൻഡെക്സ് ഉള്ള ജോവർ പോലുള്ള മില്ലറ്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഭക്ഷണം കഴിച്ച ശേഷം ശരീരത്തിൽ ഷുഗർ പെട്ടെന്ന് ഉയരാതെ തന്നെ പതുക്കെ റിലീസ് ചെയ്യപ്പെടുന്ന ഒരു ഭക്ഷണ രീതിയിലേക്ക് മാറാൻ ഈ കോംബോ നമ്മളെ സഹായിക്കുന്നു. മില്ലറ്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവ നൽകുന്ന ഫുൾനെസ് ഫീലിംഗ് ആണ്. കുറച്ചളവിൽ വയറ് നിറയുന്ന അനുഭവം ഉണ്ടാകുന്നതിനാൽ അമിതമായി കഴിക്കാനുള്ള തോന്നൽ കുറയുകയും അതുകൊണ്ട് തന്നെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് ഇതൊരു പെർഫെക്റ്റ് ചോയ്സായി മാറുകയും ചെയ്യുന്നു. രുചി വിട്ട് ഡയറ്റ് ചെയ്യണം എന്ന ധാരണയെ മാറ്റി രുചിയും ആരോഗ്യവും ഒരുമിച്ച് നൽകുകയാണ് മില്ലറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ കോംബോ. ഇതുപോലെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്ന ഒട്ടനവധി ഫുഡ് പ്രൊഡക്റ്റുകൾ ayushclub.com എന്ന വെബ്സൈറ്റിൽ നിന്നും നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും.
ഇന്ന് ഗോതമ്പിനും അരിക്കും പകരം ആരോഗ്യകരമായ ഒരു ഓൾട്ടർനേറ്റീവ് നേടുന്നവർക്ക് ഈ മില്ലറ്റ് കോംബോ ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ തന്നെയാണ്. എന്ത് കഴിച്ചാലും അത് നമ്മുടെ ആരോഗ്യത്തെ കൂടി പരിഗണിച്ചുകൊണ്ടാവണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ആരോഗ്യവും സന്തോഷവും നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. തിരുവനന്തപുരത്തെ ഹാപ്പി ലാൻഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വെമ്പായത്തടുത്തുള്ള ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണിത്. ലാൻഡ് ആൻഡ് വാട്ടർ റൈഡ്സ് ഉള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആയിരിക്കണമെങ്കിൽ വേറെ എങ്ങും പോണ്ട, ഇങ്ങോട്ട് വന്നോളൂ. എല്ലാവർക്കും സ്വാഗതം. ഹായ്ക്കൊന്നും ഒരു എനർജി ഇല്ല. വന്ന് കയറിയിട്ട് ക്ഷീണമായി. എവിടെ നിന്നാണ് വരുന്നത്? നമ്മള് നെയ്യാറ്റിങ്കര പാറശാല. ഒരു ഫാമിലിയാണോ? ഒന്ന് പരിചയപ്പെടാം. പേരെന്താ? എൻ്റെ പേര് അനു. എന്ത് ചെയ്യുന്നു? ഞാൻ മിലിറ്ററിയിലാണ്. ഓക്കെ. നമ്മൾ സിംഗപ്പൂര്. ഷാജി. ഇപ്പൊ എന്താ ലീവാണോ? ലീവിന്. അഹീന എത്രാം ക്ലാസ്സിലാ? 7th. നേഴ്സിംഗ് ഓഫീസറാണ്, പാറശാല താലൂക്ക് ഹോസ്പിറ്റൽ. ഓക്കെ. സോഫിയ, സ്റ്റിച്ചിങ്. ആൽഫിയ, 7th സ്റ്റാൻഡേർഡ്. എവിടെ? GVHS പാറശാല. ഓക്കെ. ഞാൻ ആഷ്ന SA 5th സ്റ്റാൻഡേർഡ്. ആര്യൻ AS 6th സ്റ്റാൻഡേർഡ്. ഓക്കെ. അപ്പോൾ എന്താ പരിപാടി എല്ലാവരുടെയും വെക്കേഷൻ ടൈമിൽ? എവിടെയൊക്കെ പോകാൻ പ്ലാൻ ഇട്ടു? ആദ്യം ഇവിടെ തന്നെ ഫസ്റ്റ്. അടിപൊളി. പിന്നെ വേറെ ഒന്നും പ്ലാൻ ഇല്ലേ? വീട്ടിൽ നിന്ന് ആക്ടിവിറ്റീസ്, പിന്നെ ടൂറിനൊക്കെ പോകും. എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പ്ലാൻ? കേക്കട്ടെ ഞാൻ. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്? പേപ്പർ ക്രാഫ്റ്റ്, പിന്നെ എന്തെങ്കിലുമൊക്കെ യൂട്യൂബ് നോക്കി ചെയ്തുണ്ടാക്കി വീട് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യാൻ. നല്ലതാണ്. വെരി ഗുഡ്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ക്രിയേറ്റീവായിട്ട് ചെയ്യാനല്ലേ? ഇഷ്ടമാണോ ഇയാൾക്കും അതൊക്കെ? ആണോ? ഓക്കെ. അപ്പം ലീവാണ്. എവിടെയാ ഇപ്പോൾ ഇപ്രാവശ്യം ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഊട്ടി, വയനാട്, മൂന്നാർ, അങ്ങനെ. ഓക്കെ. ഇവിടെ നിന്ന് തുടങ്ങിയിരിക്കുകയാണോ? ഇവിടെ നിന്ന് ഇപ്പം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഇനി അടുത്ത വൺ ഡേ ട്രിപ്പ്. ഓക്കെ. എങ്ങനെയാ വീട്ടില് പുൽക്കൂടും ഇതൊക്കെ അറേഞ്ച് ചെയ്തോ? എല്ലാം ചെയ്തു. ഇഷ്ടമാണോ അതൊക്കെ? എല്ലാ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് എല്ലാം വെക്കാം. ആരാ വീട്ടിൽ സെറ്റ് ചെയ്യുന്നതൊക്കെ? ഒറ്റക്ക്? അമ്മ സഹായിക്കും. അതോ നേരെ തിരിച്ച്? സർപ്രൈസ് ആയിട്ട് അച്ഛനും മക്കളും ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്തോ? ട്രീ ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ വേറെ എന്തൊക്കെ സാധനങ്ങൾ വെച്ചു അതിനകത്ത്? നമ്മൾ ഡെക്കറേഷൻ്റെ തിങ്സ് എല്ലാം ഇട്ട്, പിന്നെ നമ്മൾ ഉണ്ടാക്കിയാണ് ചെയ്തത് ക്രിസ്മസ് ട്രീ. ഓക്കെ. അതിൽ വേണ്ട ഡെക്കറേഷൻസ് ഒക്കെ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് അല്ലേ? വെരി ഗുഡ്, നൈസ്. ക്രിസ്മസ് ട്രീ നമ്മൾ ഉണ്ടാക്കിയതാണ്. ട്രീയും ഉണ്ടാക്കിയോ? ആഹാ. അതെന്തില്ല? പേപ്പറിലോ? പേപ്പറിൽ. അത് പൊട്ടിയ കസേരയിട്ടാണ് ഉണ്ടാക്കിയത്. പൊട്ടിയ കസേരയിലെ ക്രിസ്മസ് ട്രീ എവിടെ? എനിക്കൊന്ന് കാണണമല്ലോ. അടിപൊളി. ക്രിയേറ്റീവ്. ആരുടെയാണ് ഈ ക്രിയേറ്റീവ് ഐഡിയ? എല്ലാം എൻ്റെ തന്നെ. എൻ്റെ ഐഡിയ, എൻ്റെ ബുദ്ധി, എൻ്റെ ക്രിയേറ്റിവിറ്റി. അടിപൊളി, കൊള്ളാം. പേരെന്തായിരുന്നു? ആൽഫിയ. ഓക്കെ. ക്രിസ്മസിന് കരോളൊക്കെ പാടാറുണ്ടോ? പാടാൻ എന്നാ പാടിക്കോ. We wish our Merry Christmas. We wish our Merry Christmas. We wish you a Merry Christmas and a Happy New Year. And a Happy New Year. And a Happy New Year. We wish you a Merry Christmas and a Happy New Year. ഓക്കെ. അപ്പോൾ പാട്ട് പാടിയതിന് തൊപ്പിയില്ലാത്ത ആൾക്ക് തൊപ്പി, ടീഷർട്ട് എടുത്തോ. ഇവിടെ ഹാപ്പി ലാൻഡിൽ ആദ്യമായിട്ടാണോ വരുന്നത്? സെക്കൻഡ് ടൈം ആണല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കാൻ എൻജോയ് ചെയ്യും. ഓക്കെ. മറക്കാനും പൊറുക്കാനും സാധിച്ചാൽ ഓരോ പുതുവർഷവും നമുക്ക് സന്തോഷകരമാക്കി തീർക്കാൻ പറ്റും. ബന്ധങ്ങൾക്ക് വില കൊടുത്തും കുടുംബത്തിൽ സന്തോഷം കൊണ്ടുവന്നും നമുക്ക് ഈ പുതുവർഷത്തെ ആസ്വദിക്കാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വിടവാങ്ങുകയാണ്. ഞാൻ സുകന്യ ജയറാം. അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. ബൈ. ഹാപ്പി ലാൻഡ് പ്രസൻസ് ഹാപ്പി എക്സ്മസ് ആൻഡ് ന്യൂ ഇയർ 2026. Powered by Kerala Paints. Co-powered by
Elur Consultancy co-presents Kyle Restaurant, UK. This program is brought to you by Legend Solicitors, UK.